Hello friends, welcome to the 𝙑𝙤𝙙𝙬 channel. I am 𝙑𝙤𝙧𝙬. Actually, we video UNICARD credit line card recently launched UNICARD. Actually already video. Actually, card actually suspended. നമ്മുടെ കിട്ടിയ ക്രെഡിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഡീആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റീസെൻ്റ്ലി RBIന്റെ ഒരു ബാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ റൂൾ വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ ഇനി യൂണികാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഇനി കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നമ്മൾ ഉപയോഗിച്ച സാധനം തിരിച്ചടയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ബാലൻസും അതുപോലെ തന്നെ റീപേയ്മെൻറ്റും ഒക്കെ സാധാരണ പോലെ നടക്കും. പക്ഷേ ഇനിയുള്ള ക്രെഡിറ്റ് ലിമിറ്റോ അതുപോലെ ഈ കാർഡോ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് വന്നേക്കുന്നത്. ടെമ്പറലി സസ്പെൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിൽ വേറൊരു കാര്യം പറഞ്ഞേക്കുന്നത് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം അവിടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജും ഇമെയിലും വന്നാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഒരു ന്യൂസ് ആക്ച്വലി അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഒരു പുതിയൊരു ഇതിലേക്ക് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തതിന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് അതിൽ താഴെ പറഞ്ഞിട്ടുണ്ട്. അതായത് മോസ്റ്റ്ലി ചാൻസ് ആവാൻ ഇതൊരു ക്രെഡിറ്റ് കാർഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ വൺ കാർഡ് പോലെ യൂണിക്കാർഡും അതുപോലെ തന്നെ ഈ ബ്രാൻഡും ഒരു ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒരു ശരിക്കുള്ള ക്രെഡിറ്റ് കാർഡ് രൂപത്തിലിറക്കാം. അതായത് വൺ കാർഡ് പോലെ ഇറക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് സംശയം. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ലൈൻ എല്ലാം RBI ബാൻ ചെയ്തു. അപ്പോൾ ഇനി വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ഇതിൽ ഇത്ര പോലെ ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാർഡ് പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഇത് ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവിടെ നഷ്ടം വന്നു. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് അവർക്ക് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി വേറെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പേഴ്സണൽ ലോൺ അങ്ങനത്തെ സംഭവത്തിലേക്കോ അല്ലെങ്കിൽ അത് ക്രെഡിറ്റ് കാർഡോ, മോസ്റ്റ്ലി ഇത് ക്രെഡിറ്റ് കാർഡ് ആവാൻ ചാൻസ്. എന്ന് വെച്ചാൽ ശരിക്കുള്ള ക്രെഡിറ്റ് കാർഡ്, നമ്മുടെ ക്രെഡിറ്റ് ലൈൻ അല്ല, ക്രെഡിറ്റ് കാർഡ്, വൺ കാർഡ് പോലത്തെ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതായത് നമ്മൾ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ നമ്മുടെ നോർമൽ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ ബാങ്കിൻ്റെ യൂണിക്കാർഡ് മാനേജ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡായിട്ട് ഇതിപ്പോൾ ക്രെഡിറ്റ് ലൈൻ കാർഡാണ്. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് രണ്ടും. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. വരാനുള്ള ഒരു 90% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് ഇപ്പോൾ ശരിക്കും ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും വേണമെങ്കിൽ പറയാം. ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ യൂണിക്കാർഡ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഈ കാർഡ് ഉള്ളവർക്ക് 95% ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് കാർഡ് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡായിട്ട് കിട്ടും. അതൊരു ബെനിഫിറ്റാണ്. നമുക്ക് വേറെ സംഭവമൊന്നും ഇല്ലാണ്ട് പക്ഷേ നമുക്ക് കിട്ടിയ ക്രെഡിറ്റ് ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ കാര്യം. അപ്പോൾ അതൊരു ന്യൂസാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ന്യൂസ് ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇടണം വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഫുള്ളി ഈ ക്രെഡിറ്റ് കാർഡ് ഇതിൻ്റെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ സംഭവങ്ങളൊക്കെയാണ് നോക്കിയിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നോക്കിയിട്ട് മനസ്സിലായത് ആക്ച്വലി ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ അവർക്ക് ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേറെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലൈൻ കാർഡായിട്ടും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അപ്പോൾ അതിന് വേറെ കുറച്ച് കടമ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഇറക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ക്രെഡിറ്റ് ലൈൻ ഇറക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മന്തിനുള്ളിൽ എന്തായാലും പുതിയൊരു ലോഞ്ച് യൂണിക്കാർഡിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി യൂണിക്കാർഡ് ഉപയോഗിക്കുന്നവർക്ക് അത് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വൺ കാർഡ് പോലെ ക്രെഡിറ്റ് കാർഡ് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. എന്ന് വെച്ചാൽ വൺ കാർഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ലൈൻ അല്ല, അത് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് ഒരു ബെറ്റർ തന്നെയാണ്. വെച്ചാൽ പ്രത്യേകിച്ച് പോരാത്തതിന് ഇത് ഉപയോഗിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ക്രെഡിറ്റ് ലൈൻ കാർഡ് ആയതുകൊണ്ട് തന്നെ കുറേ സ്റ്റുഡൻസും അതുപോലെ തന്നെ എന്താ പറയുക ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, മില്യൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ കുറച്ച് എന്താ പറയുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയാണ് അവർക്ക്. പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ സിബിലൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. ക്രെഡിറ്റ് ലൈൻ ആണെങ്കിൽ അത് സിബിലിൽ പേഴ്സണൽ ലോണായിട്ടാണ് കാണിക്കുക. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡെന്ന് കാണിക്കുക. അപ്പോൾ അത് ഒരു പോസിറ്റീവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ യൂണിക്കാർഡിനെ കുറിച്ചുള്ള ന്യൂസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. യൂണിക്കാർഡിൻ്റെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് മെയിലും വന്നിട്ടുണ്ടാവും, വാട്സപ്പിലും വന്നിട്ടുണ്ടാവും. ചെക്കൗട്ട് ചെയ്യാത്തവരോ ചെക്കൗട്ട് നോക്കട്ടെ. എന്താ വെച്ചാൽ ഓൾറെഡി ഇത് ബാനായിട്ടുണ്ട്. ബാനല്ല, ഓൾറെഡി അവർ സ്റ്റോപ്പ് ചെയ്തു സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലിപ്പോൾ ബാക്കിയുള്ള ബാലൻസ് നമ്മൾ ഉപയോഗിച്ച സാധനം തിരിച്ച് നോർമൽ പോലെ അടക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ബാനായെന്ന് വിചാരിച്ചിട്ട് ഇനി അടക്കാണ്ടിരിക്കരുത്, അത് സിബിലിനെ ബാധിക്കും. അപ്പോൾ അത് സാധാരണ പോലെ നമുക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഫുൾ അടച്ച് തീർക്കണം കേട്ടോ. എന്നാൽ ഒന്നാമത് തന്നെ ഒരു എന്താ പറയുക അപ്ഗ്രേഡ് ആകുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.